ഹലോ ഗായ്സ്, ഹലോ. നമ്മുടെ ലെറ്റ്സ് പ്ലേൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് വൈനിങ് ആണ്. ഒരു കേവ് കണ്ടുപിടിച്ച് മൈൻ ചെയ്യുക, അതാണ് നമ്മൾ ഇന്നത്തെ ഗോള്. അപ്പം നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു മൈനിങ്ങിനായിട്ടുള്ള ടോർച്ചും നമ്മുടെ കുക്കറും മട്ടനും പിന്നെ 4 പിക്കാസ് ഒരു ഷവലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ടുള്ള കേവ് വല്ല കാണുവാണ്, നമുക്ക് അവിടെ പോയി ഡിഗ് ചെയ്യാം. നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് കേവിലെത്തുമ്പോൾ ഞാൻ കാണിച്ചു നിങ്ങളെ. ഇപ്പോൾ നമ്മളൊരു കേവ് ഉണ്ട്, ഇതിനകത്ത് ഇറങ്ങണോ എന്തോ. നമുക്ക് ഈ രാത്രി ആറായ അവിടെ പോയി കിടക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. നിങ്ങളൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കടന്നിറക്കൊക്കെ ചെയ്തു. ഞാൻ പതിയെ താഴോട്ട് ഒന്നും പറ്റില്ല. അമ്മേ ക്രീപ്പർ ഒരു പന്നയ്യ. അതിനൊന്നും പറ്റിയില്ല. നമുക്കിവിടെ പെട്ടെന്ന് ടോർച്ചപ്പ് ചെയ്യാം. എൻ്റെ അമ്മ വീണ്ടും വരും. ഡ്രസ്സോണൊക്കെ ഉണ്ടല്ലോ. ആണ്ട് അടുത്ത് ക്രീപ്പർ. ഇതെന്താ ക്രീപ്പറിന് മേളയാ? ആണ്ടേ ഇപ്പം നമ്മൾ ഇവിടെ വെച്ച ടോർച്ചാണ്. ഇവിടെ ഓറ് വല്ല കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം. ഐസപ്പനെ കൊണ്ട് താഴോട്ട് കുറേ ഉണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. നമുക്കിനി ഇറങ്ങണം. മേലെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഡെസ്റ്റോണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കൂല. നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ഇടണ്ട. നമുക്കിപ്പോൾ താഴോട്ട് പോവാം. ഇവിടെ ഒരു സ്ഥലം കൂടെ ഉണ്ട് ഗൈസ്, അവിടെ നമുക്ക് പിന്നെ പോവാം. അങ്ങനെ മെയിനായിട്ട് അയൺ അങ്ങനെയൊന്നും കിട്ടിയില്ലല്ലോ. അവിടെ കുറേ ഉണ്ട് കേട്ടോ. ഗൈസ് ഇത് വേറെ, ഒയ്യോ താഴെ കുറേ പേരുണ്ട്. നമുക്ക് ഇങ്ങനെ ഇടുന്നതൊക്കെ ഇച്ചിരി വേണപ്പായിട്ട് പോയാൽ പോരെ. ഇച്ചിരി ആർമറൊക്കെ ആയിട്ട് പോകുന്നില്ല നല്ലത്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, മേലോട്ട് പോകാം. മേലത്തെ നമ്മൾ കണ്ട സ്ഥലത്തോട്ട് പോകാം. എവിടെയായിരുന്നു? ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, ഇങ്ങോട്ട് പോവാം. പിന്നെ നിങ്ങൾക്കല്ലേ ഞാൻ എടുക്കുന്ന വീഡിയോയിലല്ലേ കുറവോ സൗണ്ടിന് കണ്ട് പ്രശ്നമുണ്ട്, നിങ്ങളുടെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ആണോ ഇവിടെ കഴിഞ്ഞു നട്ടോ തോന്നുന്നേ. ഇല്ലില്ല. ഓ ഇത് മേലോട്ടല്ലേ. ഇവിടെ വെള്ളമുണ്ട്. ഇതെന്താ, ഇവിടെ വേറെ ഏരിയ ഉണ്ട്. പക്ഷെ നമുക്കിതോടെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കോളുണ്ട്, കോള് പക്ഷെ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. കോളൊക്കെ വല്ല ആവശ്യമുള്ള വരുമ്പോൾ എടുക്കാം. ഇവിടെയും തീർന്ന വഴി. കോളൊന്നും നമുക്കപ്പോൾ ആവശ്യമില്ല കേസ്. അതുകൊണ്ട് നമുക്ക് അതിപ്പോൾ വേണം. നമ്മുടെ ഒരു സെക്കൻഡ് കൊണ്ട് മേലെ ഉണ്ട്. അത് ഇപ്പോൾ കുറഞ്ഞു നട്ടോ തോന്നുന്നത്. ടോർച്ചാകത്തെ ആ ഗൈസ്, അയൺ കിട്ടി. ഏ 5-6 അയണുണ്ട്. ഇതൊക്കെ അയൺ സോളോ അയൺ പിക്കാറ്റ്സ് ഉള്ളതായി. ഇനിയും അയണുണ്ടാവണേ. അയ്യോ ഇത്ര ഉള്ളത് കഴിഞ്ഞു. അയ്യോ എന്നാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത അയൺ. ഓ ഗൈസ്, നമുക്ക് ഇവരെ തന്നെ കൊല്ലിപ്പിക്കാം. നോക്കോ, 1 കൊണ്ട്, 2 കൊണ്ട്, 3 കൊണ്ട്, 4 കൊണ്ട്, 5 കൊണ്ട്. അവനിപ്പോൾ ചുവന്നാണവേ. ഞാനൊന്നും ചെയ്തില്ലേ. അവൻ്റെ വീഡിയോ ഉണ്ടോ അവൻ ചത്തു. നമുക്കൊന്ന് ഇതും കൂടി പൊളിച്ചെടുക്കാം. ഇതുണ്ടോ? ഓ ഗൈസ്, ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇതോടെ തീർന്നോ? നമുക്കിനി തിരിച്ചു പോകേണ്ടത്. അയ്യോ ഇപ്പം രാത്രിയായി കാണുമായിരിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒഴിയണം, സ്പീഡിൽ പോവാം. നമുക്ക് അത്യാവശ്യം നല്ല അയൺ കിട്ടിയിട്ടുണ്ട്. എത്രയും കിട്ടി?
14 കിട്ടി, കുഴപ്പമില്ല. എല്ലാം മറന്നുപോയി. രാത്രി നമുക്ക് നേരെ പോവാം. രാത്രി ഓവറായി. പണ്ടൊക്കെ അങ്ങനെ കളിക്കുമായിരുന്നു, അപ്പം അതിൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം ചത്താനെ എക്സ്പീരിയൻസ് കണ്ടിട്ട് കാര്യമില്ല, കളിക്കാറിയണ്ടേ. രാത്രിയായി. എന്നൊക്കെ തന്നെ വീട്ടിൽ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോൾഡ് വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് ഉണ്ടാക്കാം. ക്ലോക്ക് ഉണ്ടാക്കി നമുക്ക് സമയം അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ബീഹൈവ്. ഇനി അതിൻ്റെ അടി ക്യാമ്പ് ഫയർ വെച്ചിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ അയൺ വേണം ഷെയർ ചെയ്യാൻ. നമുക്ക് എന്നിട്ടൊരു ഫാർമൊക്കെ സെറ്റാക്കണം. പക്ഷെ എനിക്ക് ഇതുവരെ വാട്ടർ കിട്ടിയിട്ടില്ല, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഞാൻ വാട്ടർ കേവിലുണ്ടോ ബ്രോ? അത് പൊളിച്ചേട്ടാ. അറിയില്ല, ഇത് ചൂടാക്കാം നമുക്കിപ്പോൾ തന്നെ കേവിലോട്ട് പോകണം. അടുത്ത എപ്പിസോഡ് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് 35 സബ്സ്ക്രൈബേഴ്സായി. നമുക്ക് ടാർഗറ്റ് 40 അപ്പം നമുക്ക് 15 ദിവസം കൊണ്ട് 40 അടിക്കണം. ഇത് 14ാമത്തെ ദിവസമാണ്. അല്ല, അയ്യോ, 15 ദിവസമല്ല, 30 ദിവസം. ഒരു 3 വീക്ക് കഴിഞ്ഞ്, പിന്നെ 1 വീക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിയും. അപ്പം തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സോഡ് ഉണ്ടാക്കാം. അയ്യോ, അതിൻ്റെ കാണുമ്പോഴല്ല കിലോ കൊടുത്ത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എൻ്റെ കമൻറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് 2 പേരുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വെനം വൈറ്റിയും പിന്നെ SK മുസാനും. നിങ്ങൾ അവരെയും കൂടിയും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണേ, വേറെ എന്തോന്നല്ലേ. അതാണ്. ഇപ്പം നമുക്ക് പിക്കാക്സും കൂടി ഉണ്ടാക്കാനുള്ളതായി. ഇപ്പം നമ്മൾ സ്റ്റോൺ മാറ്റി പിക്കാക്സിലോട്ട് അപ്ഗ്രേഡായി. അല്ല, അയ്യോ, സോറി ഗൈസ്. നമ്മൾ സ്റ്റോൺ മാറി അയണിലോട്ട് അപ്ഗ്രേഡായി. താഴെ പോയിട്ട് അയ്യോ, ഈ ചെസ്റ്റിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെക്കാം. അയൺ മാത്രം കിട്ടിയുള്ളൂ. പക്ഷെ നേരിട്ട് പോവുക. ഇപ്പം മൈനിങ് അത്യാവശ്യം നല്ലോണം നടന്നു. 6 അയൺ കിട്ടി, അത് ഇതിനകത്ത് വെക്കാം. നമ്മൾ പിന്നെ പട്ടിക്ക് പേരിടണം. ഒന്നും ആയിട്ടില്ല ഇത് വരിട്ടും. അയ്യോ സോറിടാ. ഇവനെന്തോ തിന്നാൻ കൊടുക്കുക? റോട്ടൺ ഫ്ലഷ് തിന്നൂലേ? റോട്ടൺ ഫ്ലഷ് ചെയ്തു. ഗുഡ് ബൈ. റോട്ടൺ ഫ്ലഷ് തിന്നും. ഡാഡി, നമുക്ക് ഇതിനൊക്കെ പിടിക്കുന്നു. ഒരു ഫാർമൊക്കെ ഉണ്ടാക്കണം. എന്നിട്ടാണ് നമ്മുടെ ഈ മൈനും കാര്യമൊന്നും ആയില്ലല്ലോ. അയ്യോ, ഞാൻ കുറച്ച് വിട്ടേ പോയി. അയ്യോ, എല്ലൂരി അമ്മേ, ഓടിപ്പോയി ഒറ്റ വിട്ടു. അങ്ങനെ പവർ ആക്കാം. അയ്യോ, 2 വീട്ടിലും തീർന്നാണ്. അല്ല, സാധാരണ 2 വീട്ടിലല്ലേ തീരുന്നേ? എനിക്കറിഞ്ഞൂടാ അല്ലേ. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു ദീപം ഉണ്ടായിരുന്നു. നോക്കി നോക്കട്ടെ, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ട് ഉള്ള വെള്ളം. ഇവിടുന്ന് എടുത്താൽ മതിയായിരുന്നു. പിന്നെ കേവ് വരെ പോകണ്ടല്ലേ. ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും ഇല്ലല്ലേ. അടിയിലോട്ടുണ്ട്, പക്ഷെ നമുക്ക് പിന്നെ നോക്കാം. നമ്മൾ കയറി അവിടുന്ന് നമ്മൾ കറങ്ങി വന്ന് ഇവിടെ വന്നു. ഇത് കൊള്ളാലോ. അയ്യോ, ചാവും എന്തോ. ഒറ്റ ചട്ടം. ഇനി വീട്ടിലോട്ട് പോകണം.
നമുക്കെന്നാലേ ബക്കറ്റ് എടുക്കാം. ഒരു മിനിറ്റ്. നമുക്ക് അയൺ വെച്ചിട്ട് ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം കൊണ്ട് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഫാർം ഉണ്ടാക്കാം ഇപ്പം തന്നെ. പക്ഷെ അതിനുള്ള സീഡ്സ് എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഞാനൊരു വാട്ടർ ഉണ്ടാക്കട്ടെ. ബക്കറ്റ് ഉണ്ടാക്കി നമ്മളിനി അവിടെ പോയിട്ട് വെള്ളം എടുക്കണം. ഓ, അപ്പോൾ വെള്ളം കിട്ടി ഗൈസ്. നമുക്ക് വെള്ളം കിട്ടിയേ. പിന്നെ അത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ആ കേവിൽ പോയിട്ട് ഒരു വാട്ടർ കൂടി ഇട്ടാകാം. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഒരു വാട്ടർ ബക്കറ്റ് ഇതിങ്ങനെ വെച്ചാൽ ഇതൊരു കട്ട നിൽക്കത്തുള്ളൂ. ഒരു കട്ടയിൽ ഇതിപ്പോൾ 2 തവണ. ഇത് ഫ്ലോയിങ് വാട്ടർ അല്ലേ, അപ്പോൾ ആണെങ്കിൽ ഇതിങ്ങനെ അതിങ്ങനെ വെച്ചാൽ 3 ബ്ലോക്ക് കുടിക്കാം. എന്നിട്ട് 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മൂന്നാമത്തെ ഏറ്റവും സൈഡിലത്തെ 2 സൈഡിൽ ഒഴിക്കാം. അപ്പം നടുക്കൊരു ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാവും. അത് നമുക്ക് എത്ര വേണേലും എടുക്കാം. ഞാനേ ഇപ്പോൾ ഉണ്ടാക്കിയല്ലോ, ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ പുല്ലിന്ന് സീഡ് കിട്ടും നോക്കണം. നമ്മളാണെങ്കിൽ സീഡ് 6 കിട്ടി. പിന്നെ ഈ സീഡ് വേണം. എന്നാലും നമുക്ക് ഈ സീഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലേ. നമ്മളിനൊരു ഹോയ് ഉണ്ടാക്കി. നമ്മളെന്തിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. സീഡ് ആവശ്യമുണ്ട്. സീഡ് എടുത്ത് എന്നിട്ട് നമ്മളവിടെ പോവുക. ഈ വെള്ളം ഉണ്ടെങ്കിൽ അത് നനയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ഇത്ര ഒന്നും ഉണ്ടാക്കി. നമുക്കിനി സീഡ് വേണം. എന്നാലും ഇപ്പം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വളരുമ്പോൾ നമ്മൾ ഇത് ഒരു മഞ്ഞ കളറാവും. മഞ്ഞ കളറായിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് കിട്ടും. ഇത് സീഡും കിട്ടും, പിന്നെ വീറ്റും കിട്ടും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി അഡ്വാൻറ്റേജ് ആവും. നമുക്ക് ഒരെണ്ണത്തിന് 2 കിട്ടി. എന്നാലും നമുക്ക് ഒരു ഹോയും കൂടി ചെയ്യാലേ. ഇപ്പം തന്നെ ആയി. നമ്മൾ 4 സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് വളരട്ടെ. വളർന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ ബാൽക്കണി പോയിട്ട് ഫോട്ടോ എടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ബൈ.